കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഒരു ഇൻകം ടാക്സ് റെയ്ഡ് വന്നു എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതാണ് യഥാർത്ഥ സത്യം. ഗോകുലം ഗോപാലിൻ്റെ വീട്ടിലും അതുപോലെ തന്നെ ചെന്നൈയിലും എല്ലായിടത്തും റെയ്ഡ് വന്നല്ലോ. അദ്ദേഹം ആത്മഹത്യ ചെയ്താ? ഇല്ലല്ലോ. അതിനെ നേരിട്ട് അദ്ദേഹം എന്താ, അദ്ദേഹത്തിൻ്റെ എല്ലാ പൈസകളും കാര്യങ്ങളും എല്ലാം അസലായിട്ട് കണക്കുകളും കാര്യങ്ങളൊക്കെ അവർക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനിയപ്പോൾ ഇല്ലെങ്കിൽ അതിനനുസരിച്ച് പിറ്റേ ദിവസം നമ്മൾ തന്നെ അറിഞ്ഞേനില്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതേ സ്ഥാനത്ത് നമ്മുടെ റോയിയുടെ കഥ നേരെ തിരിച്ചാണ്. കാരണം ഗോകുലം ഗോപാല സിനിമ പിടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ രണ്ടും സിനിമ പിടിച്ചിട്ടുണ്ട് നമ്മുടെ റോയി. രണ്ടും പൊളിഞ്ഞ പടങ്ങളാണ്, കോടികൾ നഷ്ടം വന്ന പടമാണ്. ഒരു പടത്തിൽ മോഹൻലാലും ഷെയർ ഉണ്ട്, അതുപോലെ തന്നെ ഇനി പടം റിലീസാവാനുണ്ട്, ഒക്കെയുണ്ട്. റോയി സിനിമ പിടിക്കുന്നത് പൈസ കിട്ടാനല്ല. പൈസ എങ്ങനെ ചിലവാക്കി, എങ്ങനെ അടിച്ചു പൊളിച്ച് ചിലവാക്കിയാലും ഒരു പ്രശ്നമില്ല. കാരണം സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമം എത്ര നമ്മുടെ കയ്യിൽ കറുത്ത പണം ഉണ്ടെങ്കിലും അതൊക്കെ വെളുപ്പിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ നന്നായി വെളുപ്പിച്ചു. ആ വെളുപ്പിച്ചപ്പോൾ തന്നെ ഇടി നോട്ടട്ടതാണ്. പിന്നെ ഇത്രയും വലിയ സമ്പത്ത്, ഒരു ലോൺ എടുക്കാണ്ട് ഇത്രയും ആഡംബരമായിട്ട് ജീവിക്കുന്ന ഒരാൾ, ഇദ്ദേഹത്തിൻ്റെ ആഡംബരത്വം ഇദ്ദേഹം എല്ലാ സ്ഥലത്തും മൂപ്പര് വെളിപ്പെടുത്തും. സോഷ്യൽ മീഡിയയിലാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പിടിവള്ളി. സോഷ്യൽ മീഡിയയിൽ എത്ര പൈസ കൊടുത്താലും എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ടി വിയും സോഷ്യൽ മീഡിയയാണ് മൂപ്പര് രക്ഷിച്ചു കൊണ്ടുവരുന്നത്. ഈ രണ്ട് മാധ്യമങ്ങൾ കാരണം തന്നെയാണ് കോടികൾ മൂപ്പരെ കൈകളിലേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുന്നത്. ഇവിടുത്തെ കോടീശ്വരന്മാരുടെ കയ്യിൽ കണക്കിൽപ്പെടാത്ത കോടികൾ ഇപ്പോഴും ഇരിക്കുന്നു. ആ കോടികൾ എന്ത് ചെയ്യണം? നമ്മൾ കയ്യിൽ തന്നെ ഒരു 50,000 വന്നു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ അതിൻ്റെ സോഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത കോടികൾ കെടുക്കണം. ഒരട്ടത്ത് ചാക്കിൽ കെട്ടിയിട്ടും മറ്റോടത്തുള്ളടത്തും ലാൻഡ് മേടിച്ചും മറ്റുള്ളതൊക്കെ. അതൊക്കെ തിരിമറി ചെയ്യണമെങ്കിൽ അവർക്ക് ഒരു നല്ല വിശ്വസ്തനായുള്ള ഒരു ബിനാമി ആവശ്യമാണ്. അങ്ങനെ ഒരു വിശ്വസ്തത ജനങ്ങളുടെ ഇടയിൽ കിട്ടണമെങ്കിൽ ഇതുപോലെ ആർഭാടമായിട്ട് ജീവിക്കണം. ഇതുപോലെ 200 കോടി രൂപ 300 കോടി രൂപയുടെ കാർ ശേഖരം ഒരാൾക്ക് സഞ്ചരിക്കാൻ എന്തിനാണ് ഈ 300 കോടി രൂപ? ഇദ്ദേഹം വലിയ ചാരിറ്റി നടത്തുന്ന ആളൊന്നല്ല. യൂസഫ് അലിയെ പോലെ വലിയ ചാരിറ്റി ഒന്നും നടത്തുന്ന ചരിത്രമൊന്നും മൂപ്പർക്കില്ല. മൂപ്പർക്ക് അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 200 കോടി രൂപയുടെ കാറ് വിറ്റിട്ട് ഒരു രണ്ടോ കാറ് വെച്ചിട്ട് ബാക്കിയുള്ള കാറൊക്കെ മൂപ്പർക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാശിക്ക് എടുത്തിട്ട് വേണമെങ്കിൽ പാവങ്ങൾക്ക് സഹായിക്കാമല്ലോ. അതൊന്നല്ല ലക്ഷ്യം.